ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല സന്ദർഭത്തിലും നമുക്ക് PDF ഡോക്യുമെൻ്റ് ഇതെല്ലാം തന്നെ എഡിറ്റ് ചെയ്യേണ്ടതായ ആവശ്യമെല്ലാം വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട്, അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് എല്ലാം മാറ്റേണ്ടതായി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം എല്ലാം കൊടുക്കണം, അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ ചെറിയ എഡിറ്റിംഗ് എല്ലാം ചെയ്യണം. എന്നാൽ ഇത് PDF-ലായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്കിത് എഡിറ്റ് ചെയ്യുക? ഫ്രീ ആയി നമുക്ക് വാട്ടർമാർക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു PDF ഡോക്യുമെൻ്റ് എല്ലാം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് എല്ലാം യൂസ് ചെയ്യാം. അതിനാൽ തന്നെ ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ എല്ലാമാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ ഗൂഗിളിൽ sejda.com എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഒരു ഐക്കണോട് കൂടിയ ഒരു സൈറ്റ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എഡിറ്റ് ഡോക്യുമെൻ്റ് ഇറ്റ്സ് ഫ്രീ എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് PDF ഫയൽ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട PDF ഫയൽ ഇത് നമ്മുടെ ഫോണിൽ നിന്നും എവിടെയാണോ ഉള്ളത് അത് ജസ്റ്റ് ഇവിടെ കാണിച്ചു കൊടുക്കുക, അതായത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇത്തരത്തിൽ ഞാനൊരു PDF എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു PDF ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇവിടെ നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതുതായി ആഡ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ചെയ്തതിന് ശേഷം പുതുതായി ആഡ് ചെയ്യാം. ഇത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ, ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യമെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചേഞ്ചസ് എന്ന് കൊടുത്തതിന് ശേഷം ഈ ഫയൽ നിങ്ങൾക്ക് വാട്ടർമാർക്കൊന്നുമില്ലാതെ തന്നെ വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനെല്ലാം സാധിക്കും.